അസ്സലാമു അലൈക്കും. നമുക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ടാവാമല്ലേ? അതിൽ റിയലായിട്ടുള്ളതും ഫേക്കായിട്ടുള്ളതുമായ സുഹൃത്തുക്കളെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരാം. നമ്മുടെ കൂടെ നിൽക്കുകയാണെന്ന് നമ്മളെ തോന്നിപ്പിച്ച് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടാവാം. പക്ഷേ നമുക്ക് പലപ്പോഴും അത് തിരിച്ചറിയാൻ പറ്റാറില്ല. നമുക്ക് ശത്രുക്കളെക്കാൾ അപകടകാരികളാണ് നമ്മുടെ കൂടെ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളായി നിന്ന് നമ്മളെ ചതിക്കുന്ന ഫേക്ക് ഫ്രണ്ട്സ്. കാരണം ഒരു ശത്രു നമുക്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒരു അകലത്തിലാണ് നമ്മൾ നിർത്തുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ അവരെടുത്ത് റിവീൽ ചെയ്യുകയും ഒന്നുമില്ലല്ലോ. നമ്മളൊരു പ്രിക്കോഷൻ എന്തായാലും എടുക്കും ശത്രുക്കൾക്കെതിരെ. പക്ഷേ നമ്മുടെ ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് പാര പണിയുന്നവരെ നമുക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തകർച്ചയ്ക്ക് മറ്റൊന്നും വേണ്ട. കാരണം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഫേക്ക് ഫ്രണ്ട്സുകളെ തന്നെയാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുകയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ നമുക്കുണ്ടാവാം. പക്ഷേ നമ്മൾ ആ സൗഹൃദത്തിനോട് വളരെയേറെ കമ്മിറ്റഡായും ആ സൗഹൃദത്തിന് വളരെയേറെ വാല്യൂ കൊടുക്കുകയും ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നമുക്ക് പലപ്പോഴും അത് തിരിച്ചറിയാൻ പറ്റാറില്ല. നമ്മുടെ പല സീക്രട്സുകളും, നമ്മുടെ ജോലിയുടേതായാലും നമ്മുടെ ബിസിനസ്സിൻ്റേതായാലും പല സീക്രട്ടുകൾ നമ്മൾ അവരുടെ അടുത്ത് തുറന്ന് സംസാരിക്കുകയും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പലതും തുറന്ന് സംസാരിക്കുകയും എല്ലാം അവരുടെ അടുത്ത് ചെയ്യുകയും നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞിരിക്കുകയും പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ ഫേക്ക് ഫ്രണ്ട്സ് നമ്മുടെ കാര്യങ്ങൾ വെച്ച് നമുക്കെതിരെ ഒരു മോശം സമയങ്ങളിൽ നമുക്കെതിരെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ പല കാര്യങ്ങളും നമുക്കെതിരെ പ്രയോഗിക്കാനും സാധ്യതയുണ്ട്. അത്തരം സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. പലപ്പോഴും നമ്മൾ ഈ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായിട്ട് കൊണ്ട് നടക്കുകയും അവർ ജെന്യൂനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ യഥാർത്ഥ സ്വഭാവം മറ്റാരെങ്കിലും നമ്മുടെ മുന്നിൽ റിവീൽ ചെയ്യുകയാണ് നമ്മളതൊരിക്കലും വിശ്വസിക്കില്ല. കാരണം നമ്മളെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുകയും നമ്മൾ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് കുറ്റം പറയുകയും മറ്റുള്ളവരെ ഒരു കള്ളം പറഞ്ഞ് നമ്മളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്യുന്ന ഒത്തിരി സുഹൃത്തുക്കൾ ചിലപ്പോൾ നമുക്കുണ്ടാവാം. കാരണം എല്ലാവരും അങ്ങനെയെന്നല്ല. പക്ഷേ ചില ആളുകളുടെ കാര്യത്തിൽ ഇതുപോലെയുള്ള ഫ്രണ്ട്സുകൾ ഒത്തിരി നാശം വിതച്ചിട്ടുണ്ടാവാം. കാരണം നമ്മൾക്കൊരിക്കലും തിരിച്ചറിയണില്ല. ഇവർ ചിലപ്പോൾ അസൂയ കൊണ്ടാവാം, നമ്മളോടുള്ള ജലസ് കാരണമാവാം, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് കരുതി നമ്മുടെ കൂടെ നിന്ന് നമുക്കെതിരെ പാര പണിയുന്നവരുമുണ്ടാവാം. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ മറ്റ് ആളുകളുടെ അടുത്ത് പോയി പറയുകയും ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ മറ്റാരെങ്കിലും പുറത്തുള്ള ആരെങ്കിലും നമ്മളെടുത്ത് വന്നിട്ട് ഇന്ന കാര്യം പറഞ്ഞു നിങ്ങളെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത് വിശ്വസിക്കണമെന്നേ ഇല്ല. കാരണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ചിലപ്പോൾ ഇത് നമ്മളെടുത്ത് വന്ന് പറയുന്ന ഇയാളെ നമ്മൾ തെറ്റിദ്ധരിക്കുകയും മോശക്കാരനായി കാണുകയും ചിലപ്പോൾ ചെയ്തേക്കാം. അത്ര പോലും നമ്മൾ ഇത്തരം സുഹൃത്തുക്കളെ അവിശ്വസിക്കില്ല പലപ്പോഴും. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ മുതലെടുക്കുകയാണ് ഇത്തരം സുഹൃത്തുക്കൾ പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷേ പലപ്പോഴും നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റാതെ പോകും. കാരണം ഇവർ അത്രത്തോളം നമ്മുടെ മുന്നിൽ ആക്ട് ചെയ്യും. നമ്മുടെ വിശ്വാസം നേടിയെടുക്കാൻ പലതും അവർ ചെയ്തെന്നിരിക്കും. പക്ഷേ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മോശം സമയത്ത് കടന്നു വരുന്ന സമയത്താവും ചിലപ്പം ഇത്തരം ഫ്രണ്ട്സുകൾ റിയലായിരുന്നോ ഫേക്കായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും
നമ്മുടെ നല്ല സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ നമ്മളെ തിരുത്തുകയും ഇത് ശരിയല്ല, നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നമ്മുടെ നേർവഴിക്ക് നടത്താൻ പറ്റുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതും മോശവുമായ കാര്യങ്ങൾ ആണെങ്കിലും നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ഇത് ചീത്തയാണ്, ഇത് നീ തിരുത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ തിരുത്തുന്ന ഫ്രണ്ട്സുകളെയാണ് നമുക്ക് ആവശ്യം. പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ പലപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ ഒരാൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവരോട് പലപ്പോഴും പരിഭവം തോന്നാറുണ്ട്. ചിലപ്പോൾ ഇത് എൻ്റെ സുഹൃത്തല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അവരെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നാൽ അത് ചൂണ്ടിക്കാണിച്ച് നമ്മളെ നേർവഴിക്ക് നടത്തുന്ന സുഹൃത്തുക്കളെയാണ് നമുക്ക് ആവശ്യം. പിന്നെ പലപ്പോഴും ചില ആളുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് നല്ലതിനാണെന്ന് നമ്മളെ ധരിപ്പിച്ചുകൊണ്ട് പല രീതിയിലും നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ അത് പല കാര്യങ്ങളിലും നമ്മളെ അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. ചിലപ്പോൾ അവരുടെ കൺവിൻസ് ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നത് ശരിയാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇത്തരം സുഹൃത്തുക്കൾ നമ്മളെ വഴിതെറ്റിച്ച് നമ്മുടെ പേര് കൂടുതൽ മോശമാക്കാനും ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ മറ്റൊരാളോട്, മൂന്നാമതൊരാളോട് പറയുകയും നമ്മളെക്കുറിച്ചുള്ള വിശ്വാസം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് മുതലെടുപ്പ് നടത്തുന്ന സുഹൃത്തുക്കളും നമുക്കിടയിലുണ്ടാവാം. അപ്പോൾ മൂന്നാമതൊരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോൾ അവർ കരുതുന്നത് നമ്മുടെ ഒറ്റ സുഹൃത്താണല്ലോ, ഇയാൾ പറയുന്നത് ശരിയാവാം, അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളല്ലേ എന്നുള്ള രീതിയിൽ വിശ്വസിക്കാനും സാധ്യതയുണ്ട്. അത്തരം സുഹൃത്തുക്കളെ നമ്മുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിഹാരം. പക്ഷേ പലപ്പോഴും നമുക്കത് മനസ്സിലാവില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ട്രാജഡി. പക്ഷേ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു മോശം സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നഷ്ടം നമ്മുടെ ലൈഫിൽ നമുക്ക് ബിസിനസ് നഷ്ടപ്പെടുകയോ ജോലി നഷ്ടപ്പെടുകയോ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്താണ് ഇത്തരം ഫേക്ക് ഫ്രണ്ട്സുകളെ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. കാരണം ഇത്തരം ആളുകൾ നമ്മുടെ മോശം സമയങ്ങളിൽ നമ്മളെ മാറ്റി നിർത്താനും നമ്മളിൽ നിന്ന് അകന്ന് പോവാനും സാധ്യത കൂടുതലാണ്. അവരെന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ നടന്നിട്ടുണ്ടാവുക. അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയാവാം, പക്ഷേ അത് മുന്നോട്ട് ആ നേട്ടം ഉണ്ടാവില്ല. ഇവരാകെ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നതെന്ന് കാണുമ്പോൾ ഇത്തരം സുഹൃത്തുക്കൾ സ്വാഭാവികമായും നമ്മളിൽ നിന്ന് അകലുകയും, ചിലപ്പോൾ നമ്മളൊരു കോൾ ചെയ്താൽ പോലും അവർ ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മളുമായി മുന്നോട്ടൊരു സുഹൃത്ത് ബന്ധം പോയിട്ട് യാതൊരു രീതിയിലുള്ള ഒരു കോണ്ടാക്ട്സും സൂക്ഷിക്കാൻ ഇവർ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയുമില്ല. കാരണം അത്തരത്തിലുള്ള സുഹൃത്തുക്കൾക്ക് ആവശ്യം അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാവും പലപ്പോഴും. പക്ഷേ നമുക്ക് അത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. പക്ഷേ നല്ല രീതിയിൽ നല്ല സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കിതൊന്നും മനസ്സിലാവില്ല. നമുക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളായാലും ശരി, ബന്ധുക്കളായാലും ശരി, ജെന്യൂനായിട്ടുള്ള ആളുകൾ ഏതാണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. കാരണം പലരും ഒരു മുഖം മൂടി വെച്ചിട്ടാണ് പലരിടത്തും ബിഹേവ് ചെയ്യുന്നത്. ഒരു മാസ്ക് പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ മാസ്ക് ഇടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ നല്ല സമയങ്ങളിൽ ഭയങ്കര സ്നേഹത്തോടു കൂടിയും ഭയങ്കര സപ്പോർട്ടീവായിട്ടും നിൽക്കുന്ന ആളുകളും ഭയങ്കര ജെന്യൂനായിട്ടൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമുക്കൊരു വിഷമം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളെ പൂർണ്ണമായും അവഗണിക്കുകയും നമ്മളെ അവരുടെ ലൈഫിൽ നിന്ന് തന്നെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന രീതിയിലാവും പലപ്പോഴും നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുക. ചില ആളുകളുണ്ട്, നമുക്ക് അത്രയും സുഹൃത്തുക്കളായി നടന്നവരായിരിക്കാം, ചിലപ്പോൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത ആളുകളായിരിക്കാം. പക്ഷെ നമ്മളൊരു ട്രാജഡിയിലൂടെ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ട ഭാവം പോലും, നമ്മൾ പുറത്തുനിന്നോ എവിടെന്നെങ്കിലും ഇവരെ കാണുകയാണെങ്കിൽ നമ്മളെ കണ്ട ഭാവം പോലും കാണിക്കാതെ അവർ നടന്നു, അല്ലെങ്കിൽ
ദൂരെ നമ്മൾ വരുന്നത് അവർ ദൂരെ നിന്ന് കണ്ടിട്ടെങ്കിലും മനഃപൂർവ്വം അവർ നമ്മുടെ മുന്നിലേക്ക് വരാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടാവും.